നമസ്കാരം. അപ്പോൾ ഇന്നലത്തെ ക്ലാസ്സിൻ്റെ തുടർച്ചയായുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് കൂളിംഗ് സിസ്റ്റം, ബേസിക്കായിട്ടുള്ള കൂളിംഗ് സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു നമ്മളിന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കേണ്ടത്. അപ്പോൾ ഇന്ന് കൂളിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ടൈപ്സ്, അതിൻ്റെ വർക്കിംഗ്, അതിൻ്റെ കെയർ ആൻഡ് മെയിൻ്റനൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി വീഡിയോ വീക്ഷിക്കണം. ശബ്ദത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇയർഫോൺ വെച്ച് ഈ വീഡിയോ ശ്രവിക്കണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ഹീറ്റ് ആഗിരണം ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ കൂളിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിച്ച് വരുന്നത്. ഹീറ്റിനെ എയറിലേക്ക്, അറ്റ്മോസ്ഫിയറിക് എയറിലേക്ക് ഡിസിപ്പേറ്റ് ചെയ്ത് എഞ്ചിനെ തണുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള, എഞ്ചിനിലുള്ള ഹീറ്റിനെ വലിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള മെക്കാനിസം ആണ് സാധാരണഗതിയിൽ ഈ കൂളിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിച്ച് വരുന്നത്. എന്തെല്ലാം ഘടകങ്ങളാണ് ഹീറ്റിനെ ആഗിരണം ചെയ്യുന്നതിന് സഹായിക്കുന്നത്, അല്ലെങ്കിൽ ഏതെല്ലാം പോയിന്റുകൾ ഹീറ്റ് ആഗിരണം ചെയ്യുന്നതിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ള പോയിന്റുകളാണ് നമ്മളിന്ന് ആദ്യം പരിശോധിക്കുന്നത്. ഹീറ്റ് ഡിസിപ്പേഷൻ, ഡിപ്പെൻസ്. ചില ഘടകങ്ങൾ ഹീറ്റ് ഡിസിപ്പേഷനെ സഹായിക്കും, ചിലപ്പോൾ തടസ്സപ്പെടുത്തും. ആ പോയിന്റുകൾ എന്തെല്ലാം ആണ് എന്ന് നോക്കാം. കുറേ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയുന്നതായിരിക്കും, അതിനെ ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു എന്ന് മാത്രം. Heat dissipation depends on surface area of metal in contact with air. വായുവുമായി കോണ്ടാക്റ്റ് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന മെറ്റലിൻ്റെ ഏരിയ, സർഫസ് ഏരിയ, വിസ്തീർണം അല്ലെങ്കിൽ അതിൻ്റെ വിസ്തൃതി ഹീറ്റ് ഡിസിപ്പേഷനെ ഇത് ബാധിക്കുന്നതാണ്. അതായത് കൂടുതൽ ഏരിയ ഉണ്ടെങ്കിൽ കൂടുതൽ ഹീറ്റ് ആഗിരണം ചെയ്യപ്പെടും. അതാണ് നമ്മുടെ വെള്ളം തണുപ്പിക്കാൻ വേണ്ടി വെക്കുന്നത്. ഒരു ഗ്ലാസ്സിൽ വെക്കുന്ന വെള്ളം തണുക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ ഒരു പ്ലേറ്റിൽ ഒഴിച്ച് വെച്ചിട്ടുള്ള ചൂടുവെള്ളം തണുക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിന് കാരണം കൂടുതൽ എയർ ഈ ഹീറ്റഡ് സർഫസുമായി കോണ്ടാക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ചൂട് കൂടിയ സ്ഥലത്തുനിന്ന് ചൂട് കുറഞ്ഞ ഭാഗത്തേക്ക് ഹീറ്റ് ആഗിരണം ചെയ്യപ്പെടും, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ്, സർഫസ് ഏരിയ ഓഫ് മെറ്റൽ ഇൻ കോണ്ടാക്ട് വിത്ത് എയർ. എയറുമായി കോണ്ടാക്ട് ചെയ്യുന്ന സർഫസിൻ്റെ ഏരിയ എല്ലാവർക്കും അറിയുന്ന ഒരു പോയിൻ്റാണ്. എന്നാലും നമ്മളതൊരു ലെസൻ്റെ ഭാഗമായി അതിനെ ഒരു ക്രോഡീകരിച്ച് പറയുന്നു എന്ന് മാത്രം. മാസ് ഫ്ലോ റേറ്റ് ഓഫ് എയർ. എയറിൻ്റെ ഫ്ലോ റേറ്റ് എത്രമാത്രം വേഗതയിൽ എയർ ഈ ഹോട്ട് ഏരിയയിൽ, അല്ലെങ്കിൽ ഹീറ്റഡ് ഏരിയയിലേക്ക് സമ്പർക്കത്തിൽ ഏർപ്പെടുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനം. അതായത് നമ്മളിപ്പം പ്ലേറ്റിൽ വെറുതെ വെച്ചിട്ടുള്ള എയർ തണുക്കുന്നതിനേക്കാളും വേഗത്തിൽ പ്ലേറ്റിലുള്ള ചൂടുവെള്ളം വെച്ച് അതിന് വെറുതെ വെച്ചാൽ തണുക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ നമ്മൾ അതിന് ഊതിയാൽ തണുക്കും. അല്ലെങ്കിൽ ഒരു ഫാനിൻ്റെ ചുവട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പെട്ടെന്ന് തണുക്കും. ആ തണുക്കാനുള്ള കാരണം എന്താണ്? ഫ്ലോ റേറ്റ് കൂടുതലാണ്. എയറിൻ്റെ ഫ്ലോ റേറ്റ് ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചാലോ, അല്ലെങ്കിൽ നമ്മൾ ഊതുന്ന സമയത്തോ, അല്ലെങ്കിൽ എയറിനെ നമ്മുടെ ഇതിൻ്റെ മുകളിലേക്ക് കൂടുതൽ വേഗതയിൽ പതിപ്പിക്കുകയോ ചെയ്യുന്ന സമയത്ത് ഫ്ലോ റേറ്റ് കൂടുതൽ ആയിരിക്കും. എല്ലാവർക്കും അറിയുന്നതാണ്, ചൂട് ചായ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഊതി കുടിക്കും. എന്താ കാരണം? ഊതുന്ന സമയത്ത് ഫ്ലോ റേറ്റ് ഓഫ് എയർ കൂടും, പെട്ടെന്ന് തണുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. ഹീറ്റ് ഡിസിപ്പേഷൻ കുറച്ചുകൂടെ വേഗതയിൽ വരും. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് മാസ് ഫ്ലോ റേറ്റ് ഓഫ് എയർ ആണ്. മൂന്നാമത്തെ പോയിന്റ്, ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ഹീറ്റഡ് സർഫസ് ആൻഡ് ദി എയർ. സ്ലൈഡിൽ B⁻W എന്ന് എഴുതിയിട്ടുള്ളത് ബിറ്റ്വീനാണ്. ഒന്ന് ടൈപ്പ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്തതാണ്. ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ heated surface and the air.
ചൂട് കൂടിയ പ്രതലത്തിലെയും ചൂട് കുറഞ്ഞ പ്രതലത്തിലെയും ഹീറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തണുക്കും. അതായത് ചൂട് കൂടിയ ഭാഗത്ത് നിന്ന് ചൂട് കുറഞ്ഞ ഭാഗത്തേക്ക് മാത്രമേ എപ്പോഴും എയർ ഫ്ലോ ഹീറ്റിൻ്റെ ഫ്ലോ ഉണ്ടാവുള്ളൂ, ഹീറ്റ് ഡിസിപ്പേഷൻ നടക്കും. അപ്പോൾ ഹീറ്റ് ഡിസിപ്പേഷൻ നടക്കപ്പെടേണ്ട സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഏതിനാണ് ഏത് ഏരിയക്കാണോ ചൂട് കൂടുതലുള്ളത് അതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് മാത്രമേ ഫ്ലോ ഉണ്ടാവും, ഹീറ്റിൻ്റെ ഫ്ലോ ഉണ്ടാവുള്ളൂ, ഹീറ്റ് ഡിസിപ്പേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ വലിയ ചൂടുള്ളതിന് തീർത്ത് തണുത്ത ഭാഗത്തേക്കാണെങ്കിൽ വളരെ പെട്ടെന്ന് ഹീറ്റ് ഡിസിപ്പേഷൻ നടക്കും. അപ്പോൾ അത് ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ഹീറ്റഡ് സർഫസ് ആൻഡ് എയർ. അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ് കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റൽ. ഹീറ്റ് കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റൽ. മെറ്റലിനുള്ള സാധാരണ ഗതിയിൽ വരുന്ന മെറ്റലിനുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കണ്ടക്ടിവിറ്റി. അത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ട്, ഹീറ്റ് കണ്ടക്ടിവിറ്റി ഉണ്ട്. താപത്തിനെ കടത്തിവിടാനുള്ള കഴിവിനെയാണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. സാധാരണ ഗതിയിൽ എല്ലാ മെറ്റലും കണ്ടക്ടേഴ്സ് ആയിരിക്കും, ഹീറ്റിനെ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും മെറ്റലുകളെല്ലാം. എന്നാലും ഓരോ മെറ്റലിൻ്റെയും കണ്ടക്ടിവിറ്റി വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. മെറ്റലിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച്, മെറ്റലിൻ്റെ പ്രോപ്പർട്ടിക്ക് അനുസരിച്ചിട്ട് മെറ്റൽ കണ്ടക്ടിവിറ്റി വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇപ്പം സിൽവർ, കോപ്പർ, അലൂമിനിയം അങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം ഹീറ്റ് കണ്ടക്ടിവിറ്റി കൂടുതലാണ്. സിൽവറിന് വലിയ ഹീറ്റ് കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റലാണ്, തെർമോ കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റലാണ് കോപ്പർ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. അപ്പോൾ അങ്ങനെയുള്ള മെറ്റലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഹീറ്റ് ആഗിരണം ചെയ്യുന്നത് കുറച്ചുകൂടെ വേഗതയിലാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ 4 പോയിന്റുകൾ ആണ് ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ സർഫസ് ഏരിയ ഓഫ് മെറ്റൽ, കോണ്ടാക്ട് വിത്ത് എയർ, മാസ് ഫ്ലോ റേറ്റ് ഓഫ് എയർ, ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ഹീറ്റഡ് സർഫസ് ആൻഡ് ദി എയർ, ആൻഡ് കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റൽ. ഇത്രയും പോയിന്റുകൾ ഹീറ്റിനെ ഡിസിപ്പേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആഗിരണം ചെയ്യുന്നതിന് നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ ആണ് ഈ പറഞ്ഞുള്ള 4 പോയിന്റുകൾ തന്നെ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് ഈ ഹീറ്റ് ഡിസിപ്പേഷൻ. ഈ പറഞ്ഞുള്ള പോയിന്റ് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഏതെങ്കിലും തരത്തിലുള്ള കൂളിംഗ് സിസ്റ്റം എഞ്ചിനിൽ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് കാണിക്കുന്നത് ഒരു ട്വിൻ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ്. എയർ കൂൾഡ് എഞ്ചിനിൽ സാധാരണ രീതിയിൽ ഇന്നലെ നേരത്തെ പറഞ്ഞു ഫിൻസാണ് ഉപയോഗിക്കുന്നത്. എയറിനെ ഹീറ്റ് ആഗിരണം ചെയ്യുന്നതിന് വേണ്ടി ഫിൻസ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അത് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് 2 സിലിണ്ടർ എഞ്ചിനാണ്. ഇത് ട്വിൻ സിലിണ്ടർ എഞ്ചിനാണ്. അപ്പോൾ അതിൽ സിലിണ്ടറിന് ചുറ്റും കാണുന്ന ഭാഗം ഫിൻസാണ്. എന്തൊക്കെയാണ് പാർട്സ് നോക്കും. എയറോ വരുന്നത് കാണുന്നുണ്ടാവും. അത് ഏറോയിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് ഫിൻസ്. അത് സിലിണ്ടറാണ്. ഇതിൽ 2 സിലിണ്ടർ ഉണ്ട്. ഇങ്ങനെയുള്ള എഞ്ചിൻ നമ്മുടെ നാട്ടിൽ വാഹനങ്ങൾ അങ്ങനെ ആയിട്ട് ഉപയോഗിക്കുന്ന ഇതല്ല. സിലിണ്ടർ കഴിഞ്ഞാൽ സിലിണ്ടറിൻ്റെ ഹെഡാണ്, എഞ്ചിൻ്റെ ഹെഡാണ്. അത് ക്രാങ്ക് കേസാണ്. ഇത്രയും ഭാഗങ്ങൾ എയർ കൂൾഡ് എഞ്ചിൻ ട്വിൻ സിലിണ്ടറിൽ എങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ചിത്രം കാണിച്ചിട്ടുള്ളതാണ്. സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിൻ. ഈ ടൈപ്പ് എഞ്ചിനുകളാണ് നമ്മളിപ്പം സിംഗിളായിട്ടുള്ള ഒറ്റ സിലിണ്ടർ എഞ്ചിനുകൾ ഇവിടെയുള്ള 2 വീലറുകളിലും 3 വീലറുകളിലും നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെയുള്ള സിലിണ്ടറുകളായിരിക്കും സാധാരണത്തിൽ ഉണ്ടാകും. അതിൽ ഇതിൻ്റെ പാർട്സ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ സിലിണ്ടർ ബോറ്, ഹെഡ്, ഫിൻസിൻ്റെ ഷേപ്പ് നോക്കിയാൽ മനസ്സിലാകും. ഏറ്റവും ചൂട് കൂടി വരുന്ന ഭാഗം ഈ കമ്പസ്റ്റൻ ചേമ്പറിനോട് ചേർന്നും ഫിൽട്ടർ ഹെഡിനോട് ചേർന്നും വരുന്ന ഭാഗങ്ങൾക്കാണ് ഏറ്റവും കൂടിയ ചൂടുള്ളത്. അതുകൊണ്ട് അവിടെയുള്ള ഫിൻസ് കുറച്ചുകൂടെ വലുപ്പം കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടിയാണ് ഈ വലുപ്പം കൂട്ടി വെക്കുന്നത്. അവിടെ മെറ്റലിൻ്റെ കോണ്ടാക്ട് ഏരിയ, എയറുമായുള്ള കോണ്ടാക്ട് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഫിൻസ് അങ്ങനെ വലുപ്പം കൂട്ടി വെച്ചിട്ടുള്ളത്. ഫിൻസ് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള മെറ്റലും ഹീറ്റ് കണ്ടക്ടിവിറ്റി, നേരത്തെ പറഞ്ഞിട്ടുള്ള ഹീറ്റ് കണ്ടക്ടിവിറ്റി കൂടിയ മെറ്റലുമായിരിക്കും. അപ്പോൾ അതിനകത്ത് നേരത്തെ പറഞ്ഞിട്ടുള്ള വേറൊരു പോയിന്റ്, ഈ ഹീറ്റ് ടെമ്പറേച്ചർ ഡിഫറൻസ്. എഞ്ചിന് വലിയ ടെമ്പറേച്ചർ ഉണ്ടാവും, ഇവിടെ പുറം ഭാഗത്ത് ടെമ്പറേച്ചർ കുറവായിരിക്കും. അത്